രാജ്യത്തിന്റെ എണ്ണ, വാതക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ഉയർത്തുന്ന ഭീഷണികൾ പശ്ചിമേഷ്യയിലെ മൊത്തം ഊർജ്ജ കയറ്റുമതി മേഖലയെയും പ്രതിസന്ധിയിലാക്കുമെന്ന് ഇറാനിലെ ഉന്നത സൈനിക നേതൃത്വം വ്യക്തമാക്കി. കാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും എണ്ണയും വാതകവും കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ആർക്കും അതിന് കഴിയില്ലെന്ന കടുത്ത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഊർജ്ജ വിപണിയിൽ ഇടപെടാൻ ശ്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമങ്ങളിലൂടെ ഇറാനുനേരെ ഉയർത്തിയ ഭീഷണികൾക്ക് മറുപടിയായാണ് ഈ പ്രതികരണം. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകൾ മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളെ സങ്കീർണമാക്കുകയാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന നടപടികൾ ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കും. ഡൊണാൾഡ് ട്രംപ് ഭീഷണി പിൻവലിച്ചതോടെ മേഖലയിൽ നേരിയ ആശ്വാസമുണ്ടെങ്കിലും നയതന്ത്ര തലത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.